ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ കൃഷ്ണവേണിനെയും ആദർശിനെയാണ്. അപ്പോൾ ആദർശിനെ ഉപദേശിച്ച് കൊടുക്കുകയാണ് ഓഫീസിൽ ചെന്ന ആദർശിനെ. അപ്പോൾ തന്നെ വേണി വിളിച്ചിട്ട്, അതെ, ഈ ഭാര്യയും കാമുകിയും തമ്മിലുള്ള യുദ്ധത്തിലെ ഭാര്യയെ ജയിക്കുള്ളൂ ആദർശേട്ടാ. അതെന്താണെന്ന് അറിയോ? അത് ഭാര്യയുടെ ബുദ്ധിയുടെയോ സൗന്ദര്യത്തിൻ്റെയോ ഒന്നും അല്ല കേട്ടോ ആദർശേട്ടാ. നിങ്ങൾ എൻ്റെ കഴുത്തിൽ കെട്ടിയ ഈ താലിയുടെ ഗുണാട്ടോ എന്ന് പറഞ്ഞു. ആ ശരി ശരി, അപ്പോൾ പറഞ്ഞൊന്നും മറന്നു പോകണ്ട കേട്ടോ. അവൾ വന്നു കഴിഞ്ഞിട്ടേ നിങ്ങൾ എന്നെ ഒന്ന് വിളിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞ് ആദർശ് ഫോൺ വെച്ചു. ഫോൺ വെച്ചിട്ട് നോക്കുമ്പോഴേ കാണുന്നത് നമ്മുടെ ശിവരഞ്ജനെയാണ്. ആൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കേട്ടോ അങ്ങോട്ടേക്ക് വരുന്നത്. വന്ന് നമ്മുടെ ആദർശിനെ നോക്കിയതും കിളി പോയ പോലായി. അപ്പോൾ ആദർശിൻ്റെ ഷർട്ടും പാൻറ്റും ഇങ്ങനെ നോക്കുകയാണ്. അപ്പോഴേക്കും ആദർശിന് കാര്യം മനസ്സിലായി. ആൾ ചിരിച്ചപടി ഇങ്ങനെ നിൽക്കുന്നു. രഞ്ജുവിൻ്റെ മുഖം എന്നെ ഒന്നും പറയണ്ട കേട്ടോ, എന്താ പറയുക, അടി കിട്ടിയ പോലെ ആയിപ്പോയി. അതേ ഗ്രീൻ കളറിൻ്റെ ചുരിദാറൊക്കെ ഇട്ടിട്ടാണ് ആളവിടെ എത്തിയിരിക്കുന്നത്. അപ്പം രഞ്ജു പതുക്കെ നമ്മുടെ ആദർശിനടുത്തേക്ക് ചെല്ലുകയാണ്. ഹായ് രഞ്ജു, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ നോക്കുകയാണ്. വേഗം ചോദിക്കുക, നീ ഡ്രസ്സ് ചെയ്യുന്നതിന് കാര്യം നീ ഒന്ന് ചോദിക്കുക എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചിങ്ങനെ നിൽക്കുകയാണ്. ഹലോ രഞ്ജു, താൻ ഫുള്ള് ഡാർക്ക് അടിച്ച് നിൽക്കുകയാണല്ലോ, എന്ത് പറ്റി? ഒന്നുമില്ല ആദർശേട്ടാ എന്ന് പറഞ്ഞു. അല്ല, ഞാൻ ഓക്കെയാ. ആണോ? താൻ ഒട്ടും ഹാപ്പി അല്ല, പക്ഷേ തൻ്റെ മുഖം കണ്ടിട്ട് എന്തോ പോലെ. എനിക്ക് വെറുതെ തോന്നിയതായിരിക്കും എന്ന് പറഞ്ഞ് ആദർശ് പോകാൻ തുടങ്ങിയപ്പം, ആദർശേട്ടാ എന്താ രഞ്ജു? അല്ല, നേരത്തെ ഒരു ഡാർക്ക് ഗ്രീൻ ഷർട്ടായിരുന്നില്ലേ? എന്താ ചോദിച്ചത്? അല്ല, ആദർശേട്ടൻ്റെ ഈ ഫോണിലെ സ്റ്റാറ്റസേ ഒരു ഷർട്ട് ഡാർക്ക് ഗ്രീൻ ആയിരുന്നല്ലോ, പിന്നെന്ത് പറ്റിയത് ചേഞ്ച് ചെയ്തത്? ഓ അതാണോ? അതെന്താണെന്നറിയോ, കൃഷ്ണവേണിക്ക് ആ കളർ ഇഷ്ടപ്പെട്ടില്ല. വേണിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യവും ഞാൻ ചെയ്യാറില്ല കേട്ടോ, അതുകൊണ്ടാട്ടോ. അപ്പോൾ രഞ്ജുവിൻ്റെ മുഖം കണ്ടതായിരുന്നോ? അല്ല, താൻ ഈ സാധാരണ ഡാർക്ക് കളർ ഡ്രസ്സ് ഇടാറില്ലല്ലോ, പിന്നെ എന്തു പറ്റി? ഞാൻ വെറുതെ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട്. എനിക്ക് ഡാർക്ക് കളർ ഷർട്ട് ഇഷ്ടമല്ല, അതുകൊണ്ട് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേനും ഞാനേ കുറച്ച് വെള്ളം കുടിച്ചോട്ടെ. ഓ പിന്നെന്താ എന്ന് പറഞ്ഞ് ആദർശ് നിന്ന് ചിരിക്കുകയാണ്. മനസ്സിലെ സന്തോഷമെന്ന് പറഞ്ഞറിയിക്കണ്ട. അപ്പോൾ രഞ്ജു വേഗം ചെന്നു അവിടെ നിന്ന് വെള്ളം എടുത്തിട്ട് കുടിച്ചിട്ട് കൊല്ലിപ്പൂണ്ട് ഗ്ലാസ്സൊക്കെ അവിടെ വച്ചിട്ട് നേരെ അകത്തേക്ക് കയറിപ്പോവാണ്. അപ്പോൾ ആദർശ് ഇതൊക്കെ കണ്ടിട്ട്, എൻ്റെ പൊന്നോ, സന്തോഷമെന്ന് പറഞ്ഞാൽ തുള്ളിച്ചാടാനുള്ള സന്തോഷമുണ്ട് ആൾക്കാർ. വേണി, നിന്നെ ഞാൻ സമ്മതിച്ചു. രഞ്ജു ഇങ്ങനെ അടപടലം വീഴുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പൊളിയാണ് നമ്മുടെ വേണി എന്ന് പറഞ്ഞ വേഗം ഫോൺ എടുത്തിട്ട് നമ്മുടെ വേണിക്ക് മെസ്സേജ് ഇടുകയാണ് ആള്. അതെ, ഓപ്പറേഷൻ രഞ്ജു ഫസ്റ്റ് പ്ലാൻ സക്സസ് എന്ന് പറഞ്ഞാണ് മെസ്സേജ്. അപ്പോൾ നേരെ വേണി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു ആ മെസ്സേജിന് വേണ്ടിയിട്ട്. വേഗം മെസ്സേജ് കണ്ടു, വേഗം എടുത്തിട്ട് ഓപ്പറേഷൻ രഞ്ജു ഫസ്റ്റ് പ്ലാൻ സക്സസ് എന്ന്. അപ്പോൾ വേണിയുടെ മുഖത്തും ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോൾ നമ്മുടെ രഞ്ജുവിൻ്റെ കട്ടയും പടവും മടങ്ങിത്തുടങ്ങി. അപ്പോൾ പ്ലാൻ ഏറ്റു എന്ന് ഓർത്ത് അവർ. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ഗംഗേനെയാണ്. അപ്പോൾ ഗംഗ അടുത്തതേണ്ട ക്ഷേത്രത്തിലൊക്കെ എത്തി. അവിടെ എല്ലായിടത്തും ഇങ്ങനെ കൊണ്ടുപോയി വീഡിയോ പിടിച്ചുകൊണ്ട് നടക്കുകയാണ്. വീണ്ടും ലൈവിലെത്തിയിരിക്കുകയാണ് ആൾ. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് തൃശ്ശൂരാണ് കേട്ടോ. അപ്പോൾ തൃശ്ശൂർ പൂരം കഴിഞ്ഞതിൻ്റെ ഒരാലസ്യത്തിലാണ്. അപ്പോൾ ഇവിടെ കുറച്ച് ചുള്ളന്മാരൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് അവരോട് തന്നെ തൃശ്ശൂർ വിശേഷങ്ങൾ ചോദിക്കാം. ഓക്കെ, കം ഓൺ ഗായ്സ് എന്ന് പറഞ്ഞ് ഈ ഫോണുമായിട്ട് അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഹായ് ചേട്ടന്മാരെ, തൃശ്ശൂരിൻ്റെ ചില പ്രത്യേകതകളൊക്കെ ചോദിക്കുകയാണ്. തൃശ്ശൂരിൻ്റെ കൾച്ചർ, കലാപാരമ്പര്യവുമായിട്ട് ബന്ധപ്പെട്ട ചില ക്വസ്റ്റ്യൻസാണ് ചോദിക്കുന്നത്. ഓക്കെ, ചുള്ളത്തി ക്ടാവ ധൈര്യമായിട്ട് ചോദ്യങ്ങളങ്ങ് ചോദിച്ചാട്ടോ. ഉത്തരം പറഞ്ഞാൽ മോള് എന്ത് സമ്മാനമാണ് ചേട്ടന് തരിക? അയ്യോ സോറി ചേട്ടാ, ഇത് ഗിഫ്റ്റ് തരുന്ന പരിപാടിയൊന്നും അല്ല കേട്ടോ. അതെങ്ങനെ കിടാവേ ശരിയാകുക? ചോദ്യം ചോദിച്ചാൽ നമ്മൾ കറക്റ്റ് ഉത്തരം പറയും, റെഡി മണി കണ്ടീഷനായിട്ട് പറയില്ലേ. പക്ഷെ ഒരു കാര്യം കേട്ടോ, മോളോട്ട് ഗിഫ്റ്റ് തരണം, ഗിഫ്റ്റ് തന്നേ പറ്റൂ കേട്ടോ. അപ്പം നിന്നിട്ട്, അതെ എൻ്റെ പൊന്നു ചേട്ടന്മാരെ, ഇത് ഗിഫ്റ്റ് തരുന്ന പരിപാടിയൊന്നും അല്ലയെന്ന് ഞാൻ പറഞ്ഞില്ലേ അല്ലേ. തൃശ്ശൂരിൻ്റെ ഭൂപ്രകൃതി, തൃശ്ശൂരിൻ്റെ ഇഷ്ടങ്ങൾ, തൃശ്ശൂരിൻ്റെ ടേസ്റ്റ്, അങ്ങനെ അതിനെക്കുറിച്ചൊക്കെ ഞാനൊരു വ്ളോഗ് ചെയ്യുന്നുണ്ട്. അതിനോട് സഹകരിക്കാൻ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ സഹകരിക്കാം, ഇല്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞു.
സഹകരിക്കാൻ പറ്റുവാണെങ്കിൽ സഹകരിക്കാമെന്നാ. ആ മോളു, ചേട്ടൻ സഹകരിക്കാൻ തയ്യാറാണ് കേട്ടോ. അപ്പോൾ ഇവനൊരാളിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. മോളൊന്ന് സഹകരിക്കണം. എന്തേ പറ്റില്ലേ? നീ ഒന്ന് പോയടാ. വെറുതെ ഇവളെ പോലുള്ള കുറേ എണ്ണം ഉണ്ട് ഫോണുമായിട്ട് ഇറങ്ങിക്കോളാം, കുറേ വൃത്തികെട്ട ചോദ്യങ്ങളായിട്ട്. അതെ, എന്നിട്ട് സഹകരിക്കണം പോലും നിനക്ക് നാണാവുന്നില്ലടാ ഈ ഇവറ്റകളോടൊക്കെ സഹകരിക്കാൻ. ചേട്ടന്മാരെ, സോഷ്യൽ മീഡിയ നല്ല രീതിയിലും മോശ രീതിയിലും ഉപയോഗിക്കുന്നവർ ധാരാളം ഉണ്ട് എന്ന് വെച്ച് എല്ലാവരെയും ഒരേ കണ്ണുകൊണ്ട് കാണരുത് കേട്ടോ. ചേട്ടന്മാർക്ക് അഭിപ്രായം പറയാൻ താല്പര്യമില്ലെങ്കിൽ നമ്മളെ അങ്ങ് വിട്ടേക്കുന്നേ. നമ്മൾ വേറെ ആൾക്കാരോട് ചോദിച്ചോളാം. ഞാൻ പോയിക്കോളാം. അപ്പം ശരി എന്ന് പറഞ്ഞ് ഫോൺ എടുത്തിട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും ഇവളുടെ കൈ കയറി പിടിച്ചു. അതേ, എങ്ങനെ പോയാൽ എങ്ങനെയാ ശരിയാകുക? മോളേതായാലും ചോദിക്കാൻ വന്നതല്ലേ, ചോദിക്കുന്നേ. എന്നിട്ടേ ഞങ്ങളുടെ അഭിപ്രായമൊക്കെ ചോദിച്ച് വൈറലാക്ക്. ഞങ്ങളെ ഒന്ന് വൈറലാക്കിയിട്ട് പോയാൽ മതിയെന്നേ. അപ്പം ചേട്ടന്മാർ വിചാരിച്ചത്ര അതല്ല കേട്ടോ, സീനാണല്ലേ എന്ന് ചോദിച്ചു. ആ, സീനാണെന്നോ? നമ്മൾ സീനാക്കാൻ പോവല്ലേ മോളെ. ഇനി ഇതൊരു ഒന്നൊന്നര സീനാട്ടോ, നല്ല ഒന്നാന്തര സീൻ. മര്യാദയ്ക്ക് ഞാൻ പറയാം, ഈ ചെറോള് കാണിക്കാതെ പോവാൻ നോക്കാം. അല്ലെങ്കിൽ ചേട്ടന്മാർക്കേ നല്ല പണി കിട്ടും കേട്ടോ. നിൻ്റെയൊക്കെ അഹങ്കാരം തീർക്കാൻ പറ്റണ ഒരു കിടിലും കക്ഷി എൻ്റെ കയ്യിലുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അവൻ്റെ കൈക്ക് വന്നിട്ട് വെറുതെ പണി വാങ്ങരുതേ. അപ്പോൾ തന്നെ ഇവളുടെ ഷോൾഡറിൽ കൈ വെച്ച് വേൻ. തൃശ്ശൂർ വന്ന് ഞങ്ങളോട് കളിക്കാൻ നീ ഏത് കന്നാലി അടി നിൻ്റെ കൂടെ ഉള്ളത്? എന്നാൽ പിന്നെ രണ്ടിലൊന്നും അറിഞ്ഞിട്ട് തന്നെ കാര്യം. നീ വിളിക്കടി അവനെ. ചേട്ടാ കൈ എടുത്തേ, കൈ എടുക്കടാ എന്ന് പറഞ്ഞ് തള്ളി അങ്ങ് മാറ്റി അവനെ കേട്ടോ. അപ്പോഴത്തേനും അങ്ങോട്ട് കയറിയിട്ട് ഡി എന്ന് പറഞ്ഞ ചാടി ഇങ്ങ് ചെല്ലുമ്പോഴാണ് നമ്മുടെ ശംഖു അങ്ങോട്ടേക്ക് കയറി വട്ടം നിൽക്കുന്നതാണ് കേട്ടോ. പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, ഈ സാംസ്കാരിക തലസ്ഥാനത്ത് സ്ത്രീകളോട് മോശമായിട്ട് സംസാരിക്കുന്നതും അവരെ തല്ലാൻ കൈ ഉയർത്തുന്നതും അതൊക്കെ മോശമല്ലടാ. എന്തേ ദേ ഇവിടെ കൊണ്ട് തീരട്ടെ എന്ന് വെച്ച് ഞാനങ്ങ് പറയാട്ടോ. ഈ പെൺകൊച്ചിനോട് ഒരു സോറി അങ്ങ് പറഞ്ഞിട്ട് സ്ഥലം കാലിയാക്കിയേ. ഞങ്ങൾ സോറി പറയേ, അതും ഈ പെണ്ണിനോടോ? ഞങ്ങളെ നിനക്ക് അറിയില്ലടാ കെട്ടിട കന്നാലി. നീ ആരടാ ഞങ്ങളെ കൊണ്ട് സോറി പറയിക്കാൻ? കാണാൻ കൊള്ള പെണ്ണുങ്ങളുടെ പിന്നാലെ ഇതുപോലെ വാലാട്ടി ചില ഐറ്റംസൊക്കെ ഉണ്ടാവും. അവസരം കിട്ടുമ്പോൾ പെണ്ണിൻ്റെ മുന്നിൽ വലിയ ഹീറോ കളിക്കും. അതെ, ഹീറോ കളിക്കാൻ വന്ന നീ സീറോ ആവുന്ന കണ്ണോടാ, അതും ഈ പെങ്കൊച്ചിൻ്റെ മുന്നിൽ തന്നെ. അപ്പോൾ ഒന്ന് ശംഖു ചിരിച്ചു. അയ്യോ കഷ്ടായല്ലോ. എടാ, ഹീറോ കളിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്നും ചെയ്യാറില്ല കേട്ടോ. കൺമുമ്പിൽ കാണുന്ന നീതി ചോദ്യം ചെയ്യണത് ഹീറോയിസ് ആണെങ്കിൽ ആ ഹീറോയിസം അത് ഞാൻ ചെയ്തിരിക്കാം. പക്ഷെ അതിന് ഹീറോയിസം നല്ല കേട്ടോ. എൻ്റെ മനസാക്ഷിനെ വിളിക്കാറുള്ളൂ മനുഷ്യത്വം എന്ന്. കേട്ടറാ പോടാ എന്ന് പറഞ്ഞാൽ ഇവന്മാരെ പിടിച്ച് മൂന്നിനെയും കൂടെ തള്ളി താഴോട്ടൊക്കെ വിട്ടു ശംഖു. അപ്പോൾ ഇവന്മാരിങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്നിട്ട് എടാ ചെക്ക, എഴുന്നേറ്റ് വന്ന് തിരിച്ചടിക്കണ ധൈര്യം ഉണ്ടെങ്കിൽ ഗംഗയാണ് പറയണത്. എൻ്റെ ശംഖു, ആ പഴയ ശങ്കർ ബായി ഇങ്ങോട്ട് പുറത്തെടുക്കുന്നേ. കുറേ നാളായി ഞാൻ എൻ്റെ ശങ്കർ ബായി ഒന്ന് കണ്ടിട്ട്. ശങ്കർ ബായി ആരാണെന്നും എന്താണെന്നും ഒക്കെ ഇവന്മാർക്കൊന്ന് കാണിച്ച് കൊടുക്കട്ടെ ശങ്കർ ബായി. പിന്നെ പറയേണ്ട കാര്യമുണ്ടോ, ഇവന്മാരെ എടുത്തിട്ട് പൂശയാണ് നമ്മുടെ ശംഖു. പിന്നെ ഒരു ശിവ താണ്ഡവം തന്നെയായിരുന്നു. അപ്പോൾ ആൾ ഫോണിൽ ഇങ്ങനെ പിടിച്ച് നടക്കുകയാണ് ഗംഗ. അപ്പോൾ ഗംഗ ഭയങ്കര ആസ്വാദനത്തിലാണ് ശങ്കറിൻ്റെ അടിയൊക്കെ കണ്ടിട്ട് കേട്ടോ. അവസാനത്തെ ഒരു പയറ്റൂടെ കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവന്മാരുടെയും അടി പതറി എന്ന് തന്നെ പറയുന്നതായിരിക്കും ശരി. അമ്മാതിരി കീച്ചാണ് കേട്ടോ കിട്ടിയത്. വെറുതെ ഈ ശങ്കർ മഹാദേവൻ്റെ കൈ മെനെടുത്തരുതെന്ന് മര്യാദയ്ക്ക് നിന്നോടൊക്കെ ഞാൻ പറഞ്ഞതല്ലേടാ, കേട്ടില്ലല്ലോ? അപ്പം നീയൊക്കെ അനുഭവിച്ചോ? അപ്പോഴാണ് ഞെട്ടിപ്പോയത്. ശങ്കർ മഹാദേവനോ എന്ന് ചോദിച്ച് വേഗം ചാടി എഴുന്നേക്കാണ്. അയ്യോ എൻ്റെ പൊന്നോ ശങ്കർ മഹാദേവൻ എന്ന് വെച്ചാൽ ശങ്കർ ബായി. അപ്പോൾ ചാരങ്ങാട്ട് ശങ്കർ ബായി നിങ്ങളാണോ എന്ന് ചോദിച്ചു. ഈ തൃശ്ശൂരെ ഒരേ ഒരു ശങ്കർ ബായിയേ ഉള്ളൂ, അത് ഈ ശങ്കർ ബായിയാ എന്ന് പറഞ്ഞു. ഇപ്പോഴാ കാര്യം മനസ്സിലായത്. എൻ്റെ പൊന്നു ശങ്കർ ബായി, ഒരുപാട് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല. ശങ്കർ ബായിയുടെ കഥകൾ കേട്ട് ഞങ്ങൾ ശങ്കർ ബായിയുടെ കട്ട ഫാൻസ് ആയതാ. എടാ വാഷ് ഔട്ട് ടീംസേ, നീയൊക്കെ കാണിച്ച എമ്മാതിര പരിപാടി ഒരു പെണ്ണിനോടും ശങ്കർ ബായി കാണിക്കില്ല കേട്ടോ.
എന്നെ സ്നേഹിക്കണവർ അങ്ങനെ തന്നെ ആയിരിക്കണം, അതെനിക്ക് നിർബന്ധ. സ്ത്രീകളെ റെസ്പെക്റ്റ് ചെയ്യുന്നവരായിരിക്കണം, കേട്ടടാ നീയൊക്കെ എന്ന് ചോദിച്ചു. എടാ പിള്ളേരെ, നിങ്ങൾ ഒരൊറ്റ എണ്ണത്തിനെയും ഈ തൃശ്ശൂർ റൗണ്ടിൽ കണ്ടുപോയരുത് കേട്ടോ, കേട്ടടാ. സ്ഥലം കാലിയാക്കിയോ? വിട എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് പോയിട്ട്, അല്ല ശങ്കർഭായി, ഒരു സെൽഫി, നിനക്ക് സെൽഫി ഇല്ല, ഒരു സാധനമില്ല, വിട്ടോണം നീ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവന്മാരെ 100 ഓടുകയാണ് കേട്ടോ. എൻ്റെ പൊന്നെ ശങ്കു, എന്തായിരുന്നു ഫൈറ്റ്! ശരിക്കും മാസെന്ന് പറഞ്ഞാൽ പോരട്ടോ, പക്ക മാസം. മോനെ ശങ്കു, ഇനി ആ മീശ എന്ന് നീ പിരിച്ചടാ, ആ മാസ ലുക്കിൽ നീ ഒന്ന് നിന്നേടാ, ഒന്ന് കാണട്ടെ, ഒന്ന് മീശ പിരിക്കട്ടെ മാഷേ. ശങ്കർഭായി തകർത്തു. ഗംഗ നേരെ വീട്ടിൽ വന്നിട്ട് നമ്മുടെ ശംഖുവിൻ്റെ ഫൈറ്റും അതിൻ്റെ വിവരണങ്ങളും ഒക്കെ നമ്മുടെ ഗൗരിയോട് പറയണം. അപ്പോഴേക്ക് ശംഖുവിൻ്റെ മുഖം വാടി. എന്നുറപ്പാ ശിവരാത്രിയാണ് ഗൗരിയുടെ അടുത്തല്ലേ ചെന്ന് പറഞ്ഞിരിക്കണത്. അപ്പോൾ ഇതൊക്കെ കണ്ട് ഗൗരി ഇടയ്ക്ക് നമ്മുടെ ശംഖുവിനെ ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഗൗരി ഇങ്ങനെ തുറച്ച് നോക്കുകയാണ്. അപ്പം കണ്ടോ നമ്മുടെ ശംഖുവിൻ്റെ ഫൈറ്റ് കണ്ടോ, എങ്ങനെയുണ്ട്, സൂപ്പറല്ലേ ഗൗരിയെ എന്ന് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ നോക്കി ഒന്ന് എങ്ങനെ, ഇതാണ് കേട്ടോ മാസ ശങ്കർഭായ്. കുട്ടിക്കറിയോ അവിടെ എന്തൊക്കെ നടന്നെന്ന്? ഒരേ പൊളിയായിരുന്നു കേട്ടോ. ശങ്കർ എന്തിനാ അവരുമായിട്ട് വഴക്കുണ്ടാക്കിയത് എന്ന് ചോദിച്ചു. അല്ല, വഴക്കുണ്ടാക്കിയോ? ഞാൻ ആരുമായിട്ട് വഴക്കുണ്ടാക്കിയിട്ടില്ല കേട്ടോ. പിന്നെ എന്തിനാ ശങ്കർ തല്ലുകൂടിയത്? കുട്ടി, ഇത് തല്ലുകൂടുന്ന തല്ലുമാലയൊന്നും അല്ല, ഇത് ക്ലാസ് കിഡ് കച്ച് ഫൈറ്റ്. വെറുതെ മറ്റുള്ളവരുമായിട്ട് ശങ്കർ വഴക്കുണ്ടാക്കിയത് എന്തിനാണെന്നാണ് ഞാൻ ചോദിച്ചത്. വഴക്കുണ്ടാക്കിയത് വെറുതെ അല്ല, അതിന് കൃത്യമായൊരു കാരണം ഉണ്ടായിരുന്നോ? നീ വെറുതെ ഒന്നും അറിയാതെ പറയരുത് കേട്ടോ ഗൗരിയെ. എന്തായിരുന്നു ആ കൃത്യമായ കാരണം? ഒന്ന് പറഞ്ഞേക്ക് എന്ന് പറഞ്ഞു ശങ്കറിനോട്. അപ്പോൾ ശങ്കർ എന്നിട്ട്, കുട്ടി കേൾക്കണം കേട്ടോ, ഞാനും ശങ്കും കൂടി മര്യാദയ്ക്ക് വ്ളോഗൊക്കെ ഷൂട്ട് ചെയ്ത് നിൽക്കായിരുന്നു കേട്ടോ. അപ്പോഴാ ആവശ്യമില്ലാത്ത ഒരുത്തൻ എന്നെ ചൊറിയാൻ വന്ന കേട്ടോ. ആ സമയത്ത് എന്നെ ചൊറിഞ്ഞാൽ ശങ്കു വെറുതെ ഇരിക്കുമോ? അത് ഇന്നലെയൊന്നുമല്ല കേട്ടോ, പണ്ടേ ഞങ്ങൾ തമ്മിൽ അങ്ങനെയാട്ടോ. അതുകൊണ്ട് എൻ്റെ പൊന്നു ഗൗരി, ഗംഗയെ പറ്റി വളരെ മോശമായിട്ട് ആ ചെക്കന്മാർ സംസാരിച്ചു കേട്ടോ. അത് കേട്ടിട്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പോലും നമ്മുടെ കൂടെയുള്ള പെൺപിള്ളേരെ കളിയാക്കണമെന്നൊന്നും നമ്മൾ സമ്മതിച്ചിട്ടില്ല, പിന്നെയല്ലേ ഇപ്പോൾ എന്ന് ചോദിച്ചു. നേരപ്പേ നല്ല വൃത്തിക്കായിട്ട് ഞാൻ അങ്ങോട്ട് കൊടുത്തു. ഒരാൾ മോശമായിട്ട് സംസാരിച്ചാൽ അവരെ തല്ലാണോ ചെയ്യേണ്ടത്? പിന്നെന്താ ചെയ്യേണ്ടത്? ഒരു പെൺകുട്ടീനെ മോശം കമൻറ്റ് പറഞ്ഞാൽ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? പിടിച്ച് തലോടണോ? അതോ പിന്നെ അതൊക്കെ അവളെ പിടിച്ചിട്ട് കുഞ്ഞാവേ കുഴപ്പമില്ലട്ടോ എന്ന് പറയണോ? ഈ നാട്ടിൽ പോലീസ് നിയമം ഉണ്ടല്ലോ, പോലീസിൽ പരാതി പറയായിരുന്നില്ലേ? എന്താ ശങ്കു, എൻ്റെ പൊന്നു കുട്ടി, താൻ ഈ ലോകത്തൊന്നും അല്ല ജീവിക്കണത്. പോലീസിൽ പരാതി പറഞ്ഞ് പോലീസ് വരുമ്പോൾ പിന്നെ അവന്മാരെ നമ്മുടെ കൈ കിട്ടുമോ? കിട്ടില്ല, അവരവരുടെ വഴിക്ക് പോയില്ലേ. അതുകൊണ്ടല്ലേ ശങ്കു കൈകൊണ്ട് തന്നെ ആ നിമിഷം പരിഹാരം ഉണ്ടാക്കിയത്. നാളെ ശങ്കറിനോട് അവരിതിന് പ്രതികാരം ചെയ്താലോ? ശങ്കർ ഭായിയോട് പ്രതികാരം ചെയ്യാനോ അവന്മാരോ? എൻ്റെ പൊന്നു കുട്ടി, അതിനുള്ള ആംബിയറുള്ളവർ ആ തൃശ്ശൂരിലില്ല കേട്ടോ. പിന്നെ നിനക്ക് ശങ്കർ ഭായിയെ പറ്റി ഒരു ചുക്കും അറിയില്ല കേട്ടോ ഗൗരിയെ എന്ന് പറഞ്ഞു. അനാവശ്യമായിട്ട് ശങ്കർ എന്തിനാണ് വഴക്കുണ്ടാക്കാൻ പോയത്? ഇതേ അനാവശ്യമായിട്ടുള്ളൊരു വഴക്കായിരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് പറയണത്, കുട്ടിക്കറിയാഞ്ഞിട്ടാട്ടോ. എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പണ്ടും ശങ്കു നോക്കിയിട്ടില്ല കേട്ടോ. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് വേഗം ഗംഗ ഇരിങ്ങാലക്കുട സ്കൂളിൽ നിന്ന് ശങ്കുവിനെ പുറത്താക്കാനുള്ള കാരണം എന്താണെന്ന് അറിയോ ഗൗരിക്ക്? ഇതന്നെ എന്നെ ഒരുത്തൻ കമൻ്റ് അടിച്ചു. അവനെ ഉണ്ടല്ലോ ശങ്കു എന്താ ചെയ്തെന്നറിയാവോ? ഇടിച്ച് അവൻ്റെ മുഖം പപ്പട പരുവാക്കി. അങ്ങനെയാ ശങ്കുവിനെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയത്. പണ്ടേ ശങ്കു ഇങ്ങനെയാ, തെറ്റ് കണ്ടാൽ ശങ്കു നോക്കി നിൽക്കില്ല കേട്ടോ, അപ്പം പ്രതികരിക്കും. അപ്പം ശങ്കർ ഇങ്ങനെ നിൽക്കുക. അല്ല ശങ്കു, നീ ഈ കാര്യങ്ങളൊന്നും ഗൗരിയോട് പറഞ്ഞിട്ടില്ല അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഗൗരി ആകെ കല്ലി പോണ്ട് നിൽക്കുക. എനിക്ക് തോന്നി പറഞ്ഞിട്ടില്ല എന്ന്, അതാ ഞാൻ പറഞ്ഞത്. ഈ ശങ്കു ആരാന്നറിയോ? കട്ട ഹീറോ ആയിരുന്നു എന്ന് പറഞ്ഞു. കുട്ടിക്കത് അറിയില്ല അല്ലേ? ഷോ, കഷ്ടമായി പോയല്ലോ. അനാവശ്യമായ തല്ലുകൂടി സ്വന്തം ഭാവി നശിപ്പിച്ചതാണോ ഹീറോയിസം? പറയേ. എൻ്റെ പൊന്നോ, കൈക്കരുത്ത് കാണിച്ചല്ല ഒരാൾ ഹീറോ ആയേണ്ടത്. അതാദ്യം മനസ്സിലാക്കണം. വിദ്യാഭ്യാസത്തിൻ്റെ മൂല്യം ശങ്കറിന് അറിയാതെ പോയി. അത് മാത്രമല്ല, ആ പ്രായത്തിൽ ശങ്കറിന് അത് ആരും പറഞ്ഞു കൊടുത്തിട്ടുമില്ല. അതായിപ്പോൾ ശങ്കറിന് പറ്റിയ അബദ്ധം. നഷ്ടപ്പെടുന്ന കാലവും സമയവും ഇനി ഒരിക്കലും നമുക്കത് തിരിച്ചു കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഗൗരി അങ്ങ് ഇറങ്ങിപ്പോയി കേട്ടോ.
അപ്പോൾ ഗംഗയ്ക്കും അടി കിട്ടിയ പോലായി. ശംഖു, ഗൗരിക്ക് ഈ കാര്യമൊന്നും അറിയില്ല എന്ന് എനിക്കറിയില്ലായിരുന്നൂടാ. അങ്ങനെയായിരുന്നുവെങ്കിൽ ഞാൻ പറയണ്ടായിരുന്നു അല്ലേ? ഷോ, സാരില്ലടി, അത് നീ അറിയാതെ പറഞ്ഞതല്ലേ. നിനക്കിപ്പോൾ അതൊന്നും വലിയ കാര്യമാക്കണ്ട. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, അന്ന് എന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയതേ അത്ര വലിയ സംഭവമായിട്ടൊന്നും എനിക്കന്ന് തോന്നിയിട്ടില്ലായിരുന്നു. പക്ഷേ എങ്കിലുണ്ടല്ലോ, ഫുൾ ടൈം ഇംഗ്ലീഷ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇംഗ്ലീഷിന് പഠിക്കാതെ ചെന്നാലോ, ക്ലാസ്സിൽ ഫയറിങ്, വീട്ടിൽ നാളെ വിളിച്ചുകൊണ്ട് വരണം. എന്തൊക്കെയായിരുന്നു. എനിക്ക് ആ ടോർച്ചറിങ് ഒരിക്കലും സഹിക്കാൻ പറ്റിയായിരുന്നില്ല. അന്നേരം എന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് തോന്നിയത്. അന്നല്ല, പിന്നീടും എനിക്ക് ശങ്കർ ബ്രോ എന്നൊക്കെ വിളിക്കാറുണ്ട്. ആ ഇംഗ്ലീഷ് കൂട്ടിയുള്ള വിളി എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് ശങ്കർ ഭായിയാണ് ഇഷ്ടം. പിന്നെ ശങ്കർ ഭായി എന്ന് വിളിക്കുമ്പോൾ എന്താ പറയുക, ഈ മറുനാട്ടുകാരെ വിളിക്കുന്നത് പോലെയൊക്കെ ബംഗാളികളൊക്കെ വിളിക്കുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ എങ്കിലും എനിക്ക് ആ വിളിയാണ് ഇഷ്ടം. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ ഗംഗേ, ഇപ്പോഴാണ് കേട്ടോ അന്ന് നഷ്ടപ്പെട്ടു പോയ ആ ഒരു ജീവിതവും എൻ്റെ എത്ര വിലപ്പെട്ട ജീവിതങ്ങൾ ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞതെന്ന് ഇപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല മുഹൂർത്തങ്ങളായിരുന്നു അതെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവണത്. അതോർക്കുമ്പോൾ എനിക്കൊരു സങ്കടവും വിഷമമൊക്കെ ഉണ്ട്. പോട്ടടാ, അതോർത്ത് വിഷമിക്കണ്ടാ, നീ സമാധാനമായിട്ട് ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ് വേഗം തന്നെ ഗംഗ ഭയങ്കരമായിട്ട് ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ. അപ്പം പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ കൃഷ്ണവേണീനെയും ആദർശിനെയാണ്. അപ്പോൾ ആദർശ് കുറച്ച് അലുവയൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതെന്താ ആദർശേട്ടാ, ഇത് നീ കഴിക്കുക. ഇന്നത്തെ പ്ലാൻ സക്സസ് ആയിട്ട് എന്താ പറയുക, ശിവരഞ്ജിനി ആട്ടപ്പടലം വീണതിൻ്റെ സന്തോഷത്തിന് വാങ്ങിയതാ, നീ ഒരെണ്ണം കഴിക്കുക എന്ന് പറഞ്ഞ് വേണിയുടെ നേരെ നീട്ടി. അപ്പോൾ വേണി എടുത്ത് കഴിക്കുകയാണ് കേട്ടോ. അവളെ ഇനി ഒരു കാരണവശാലും എന്നെ ശല്യം ചെയ്യാൻ വരുമെന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ. നിങ്ങൾ ഒരുപാടിങ്ങനെ അർമാദിക്കൊന്നും വേണ്ട കേട്ടോ. അതെ, അവളെ തനി യക്ഷിയാ, വേറൊരു യക്ഷിയൊന്നും അല്ല കേട്ടോ. അവൾ അത്ര വേഗം ഈ പാലമരം വിട്ട് അവൾ പോകുമെന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ. എൻ്റെ പൊന്നോ, നീ നോക്കിക്കോ വേണി, അവൾ ഇനി എന്നെ ശല്യപ്പെടുത്താൻ വരില്ല, ഉറപ്പാണ്. എനിക്കും എൻ്റെ കൃഷ്ണവേണിക്കും ഇടയിൽ ശിവരഞ്ജനിക്ക് യാതൊരു സ്ഥാനമില്ലെന്ന് ഇന്നത്തെ ഈ ഒരൊറ്റ ദിവസം കൊണ്ട് അവൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പം അവൾ തോറ്റ് പിന്മാറിയെന്ന് നിങ്ങൾക്ക് അത്രയ്ക്ക് ഉറപ്പാണോ എന്ന് ചോദിച്ചാൽ ഇന്ന് അവൾ ഫുൾ ഡാർക്കായിരുന്നു. അയ്യോ ആദർശേട്ടാ, പുലി പതുങ്ങണത് എന്തുട്ടാന്നറിയാലോ, അതും പെൺപുലി. ദേ, നിങ്ങൾക്കൊരു തിരിച്ചടി തരാനായിട്ടാണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പ്ലാൻ വേണ്ടേ? ഇനി എന്താ നമ്മുടെ പ്ലാൻ? എൻ്റെ പൊന്നോ, വെപ്രാളം കാണിക്കല്ലേ മനുഷ്യ. 1 by 1 ആയിട്ട്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്കങ്ങ് മുന്നോട്ട് പോവാന്നേ. അപ്പോൾ അത് അടുത്ത പ്ലാനൊക്കെ ആയിട്ട് രണ്ടുപേരും ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.